ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലെ. ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയുന്നുണ്ട്, ഇവിടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസസ് വരുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് വരുന്നുണ്ട്. ആ ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ എത്രയാണ് റേഷ്യോസ് വരുന്നുണ്ടാവാ, വർക്കിംഗ് നോട്ട്സ് കാണിക്കണേ അല്ലെ. എത്രയാ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ വരുന്നുണ്ടാവാ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ. ഓക്കെ, %31 എന്ന് വരും. പിന്നെ റീഫിന്റെയോ, $9,005 അല്ലെ. എത്ര വരുന്നത്, 30% വരും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ. എത്ര പെർസെന്റേജ് വരുന്നത്, എത്ര 12%. ROC ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്, അല്ലെ. ഇവിടെ നോക്കുമ്പോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് റീഫ് കമ്പനിക്ക് വളരെ കുറവാണല്ലേ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെ. റീഫ് കമ്പനി ക്യാപിറ്റൽ എംപ്ലോയിഡ് 8,000 ഉള്ളൂ. അതേ സമയത്ത് കോറൽ കമ്പനിക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയുണ്ട്, 9,000 ഉണ്ട് അല്ലെ, 9,000 ഉണ്ട്. ഓക്കെ, ഇനി ഗിയറിംഗ് റേഷ്യോ, ഗിയറിംഗ് റേഷ്യോ നമ്മൾ ചെയ്യേണ്ടത് ഡെറ്റ് ബൈ ഇക്വിറ്റി അല്ലേ. ഡെറ്റ് ബൈ ഇക്വിറ്റി, ഓക്കെ. ഡെറ്റ് അല്ലെ നമ്മളെ റീഫ് കമ്പനി ഡെറ്റ് 2,000 ഉള്ളൂ
അല്ലെ? അപ്പൊ ഡെറ്റ് വളരെ കുറവാണല്ലേ കമ്പാരിറ്റീവ്ലി. റീഫ് കമ്പനിക്ക് എന്താണ് ഡെറ്റ് വളരെ കുറവാണ്. ഏകദേശം 33% മാത്രമേ എന്തുള്ളൂ ഡെറ്റ് ഉള്ളൂ. അതേ സമയത്ത് കൂടുതൽ ഡെപ്റ്റ് അല്ലെ കോറൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിലെ എമൗണ്ട് നോക്കണേ അല്ലെ. കോറൽ കമ്പനിക്ക് 5,000 ഡെറ്റ് ഉള്ളൂ. റീഫ് കമ്പനി എത്ര ഡെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? 2,000 ഉള്ളൂ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ? നല്ല ഡിഫറൻസ് ഉണ്ട് ഡെറ്റിന്റെ അല്ലെ. അവർ യൂസ് ചെയ്യുന്ന ഡെറ്റ് എമൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഓക്കെ. ഏത് കമ്പനിയാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്? റീഫ് കമ്പനിയാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് അല്ലെ? അതേപോലെ തന്നെ കോറൽ കമ്പനിക്ക് ലോൺ കൂടുതലായതുകൊണ്ട് എന്തായിരിക്കും കോറൽ കമ്പനിയുടെ ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. ഓക്കെ അല്ലെ? പിന്നെ ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ റിക്വയർമെന്റ് എന്താണ്? രണ്ടാമത്തെ റിക്വയർമെന്റ് എന്താ പറയുന്നത്? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ആ ഇവിടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനേ, അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനേ, നമ്മൾ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെ? അപ്പൊ നമ്മളിപ്പോ കണ്ട റേഷ്യോസ് ഒന്നുകൂടെ റീകാൽക്കുലേറ്റ് ചെയ്യണം ബൈ ഇൻക്ലൂഡിങ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്. ഓക്കെ, നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ്? എങ്ങനെയാണ് ഇവിടെ എന്തുണ്ട്? അക്വ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, ലിസ്റ്റഡ് കമ്പനിയാണ്. ആൻഡ് അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്? 5.1 എക്സസ് ഓഫ് ക്യാഷ് ബാലൻസ് ഉണ്ട്. 5.1 ക്യാഷ് ബാലൻസ് ഉണ്ട്. അപ്പൊ ഈ ബാലൻസ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ പോവാണ്? അക്വയർ ചെയ്യാൻ പോവാണ് അല്ലെ? ഈ ക്യാഷ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ പോവാണ്? വേറെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. ഒന്നെങ്കിൽ കോറൽ കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ റീഫ് കമ്പനി ഉണ്ട്. കോറൽ ഉണ്ട്, റീഫ് ഉണ്ട്. ഇതാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസുകൾ, രണ്ട് കമ്പനീസ്. ഓക്കെ അല്ലെ? അപ്പൊ കോറലും റീഫ് എന്താണ്? ദീസ് ആർ ദി പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് ആട്ടോ. ടാർഗറ്റ് കമ്പനീസ് ആണ് അല്ലെ? നമ്മുടെ ടാർഗറ്റ് കമ്പനീസ് അല്ലേ? ഇത് നമുക്ക് ടാർഗറ്റ് കമ്പനീസ് എന്ന് പറയാം. കാരണം നമുക്ക് ഒന്നെങ്കിൽ കോറലിലോ അല്ലെങ്കിൽ റീഫിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? 5.1 മില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ ഇതിൽ നമ്മൾ തീരുമാനിക്കണം, ഇതിൽ ഏത് കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതാണ് ഇവിടുത്തെ റിക്വയർമെന്റ് ശരിക്ക്. കോറൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ റീഫിൽ ഇൻവെസ്റ്റ് ചെയ്യണോ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറയണം. ഓക്കെ, ഈ കോറലിനും റീഫ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റർ ആരാണ് ഇവിടെ? ഇൻവെസ്റ്റർ ആരാണ്? ഇൻവെസ്റ്റർ അക്വ കമ്പനിയാണ് ഇൻവെസ്റ്റർ. ഓക്കെ, എന്നിട്ട് ഈ തന്നിരിക്കുന്ന രണ്ട് കമ്പനീസും എന്താണ്? ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഓക്കെ, അക്വ കമ്പനി എന്താണ്? ഇന്റൻസ് ടു ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ മാനേജിങ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്. സോ ബോത്ത് കോറൽ ആൻഡ് റീഫ് ഓപ്പറേറ്റ് ദ സെയിം ഇൻഡസ്ട്രി അല്ലെ? രണ്ടുപേരും എന്താണ്? രണ്ട് കമ്പനീസും കോറലും റീഫ് എന്താണ്? സെയിം ഇൻഡസ്ട്രിയിലാണ്. ഈ സെയിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കമ്പനിയുടെ റിസൾട്ട്സ് കമ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. സപ്പോസ് ഇവർ സെയിം ഇൻഡസ്ട്രി അല്ല എന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തിട്ട് എന്തില്ല, ഒരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ രണ്ട് കമ്പനീസ് സെയിം ഇൻഡസ്ട്രി ആണ്. സെയിം ഇൻഡസ്ട്രി ആണെങ്കിൽ ഇവരുടെ ഫിഗേഴ്സ് ഇവരുടെ റേഷ്യോസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്തില്ല, കമ്പയർ ചെയ്തിട്ട് എന്തുണ്ടാവില്ല, ഒരു ഫെയർ റിസൾട്ട് അല്ലെങ്കിൽ ഫെയർ കമ്പാരിസൺ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ആൻഡ് കമ്പനിയുടെ ഇയറിന്റെ ഏതാണ്? 31 ഓഗസ്റ്റ് 2026 ആണ് ഇയറിന്റെ. ഓക്കെ, നമുക്കിവിടെ SOP യിൽ തന്നിട്ടുണ്ട്. അതേപോലെ SOFP യുടെ എക്സ്ട്രാക്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ നോട്ട്സ് പറയുന്നത്? കോറൽ കമ്പനിക്ക് എന്തുണ്ട്? ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലെ? കോറൽ കമ്പനി ഒരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്രയൊക്കെ പർച്ചേസ് ചെയ്യുന്നത്? 6 മില്യൺ ദിനാറിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്റെ പേയ്മെന്റ് എപ്പോഴാണ് ചെയ്യുക? നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നപ്പോഴാണ് 30 ഏപ്രിലാണ്. 30 ഏപ്രിലാണ് നമ്മൾ എന്ത് ചെയ്തത്? പേയ്മെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ. പിന്നെ രണ്ടാമത്തെ ലോട്ട് എന്താണ്? കോറൽ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? കോറൽ കമ്പനിക്ക് ഒരു 8% ലോൺ നോട്ട് ഉണ്ട്. അത് കുറെ വർഷം മുമ്പ് ഇഷ്യൂ ചെയ്തതാണ്. അത് എന്ത് ചെയ്യണം? ദീസ് ആർ റിഡീമബിൾ ഇൻ ക്യാഷ് ഓൺ August 31st, അല്ലെ? 31st August 20X8. അപ്പോൾ August 20X8 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇയർ എൻഡിൽ എത്ര വർഷം ഡിഫറൻസ് ഉണ്ട്? നമ്മുടെ ഇയർ എൻഡിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് X8 എന്ന് പറയുമ്പോൾ? 2 വർഷം കഴിഞ്ഞിട്ടല്ലേ? അപ്പോ കോറൽ കമ്പനിക്ക് എന്തുണ്ട്? 2 വർഷം കഴിഞ്ഞാല് എന്ത് ചെയ്യണം? 2 വർഷം നമ്മളിപ്പോ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് ചെയ്യണം? ലോൺ എന്ത് ചെയ്യണം? അവർക്ക് സെറ്റിൽ ചെയ്യണം. അപ്പൊ അവർക്ക് ഒരു ലയബിലിറ്റി ഉണ്ട് അല്ലേ? ലയബിലിറ്റി ഇൻ സെൻസ് അവർ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യണം? അത് സെറ്റിൽ ചെയ്യണം. എപ്പോ ഇന്ന് സെറ്റിൽ ചെയ്യണോ? ഇല്ല, 2 വർഷം കഴിഞ്ഞിട്ട് കേട്ടോ. 2 വർഷം കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യണം. എത്ര സെറ്റിൽ ചെയ്യേണ്ടത്? 5000 സെറ്റിൽ ചെയ്യണം. അപ്പൊ അതിനുള്ള ക്യാഷ് ആരുടെ കയ്യിൽ ഉണ്ടാവണം? കോറൽ കമ്പനിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. നമ്മളിപ്പോ കോറലിനാണ് അക്വയർ ചെയ്തെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോറൽ കമ്പനി എന്ത് ചെയ്യും? എത്ര ചെയ്യണം? 5000 എന്ത് ചെയ്യും? പേയ്മെന്റ് ചെയ്യണം. എപ്പോഴാ പേയ്മെന്റ് ചെയ്യേണ്ടി വരിക? 2 വർഷം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അക്വയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ റീഫ് കമ്പനിയുടെ കേസിലോ? റീഫ് കമ്പനിക്ക് എത്ര ലോൺ ഉള്ളത്? 2000 ലോൺ ഉള്ളൂ അല്ലെ? റീഫ് കമ്പനിക്ക് 2000 ലോൺ ഉള്ളൂ. ഇത് എപ്പോഴാ പേ ചെയ്യണ്ടേ? എപ്പോഴാ? 10 years കഴിഞ്ഞിട്ടല്ലേ? അല്ലെ? 10 വർഷം കഴിഞ്ഞിട്ടാ. ആൻഡ് ഈ ലോൺ എടുത്തെന്നാണ് 20X4 അല്ലെ? 20X4 ഇതപ്പോ സെറ്റിൽ ചെയ്താൽ മതി. 10 വർഷം കഴിഞ്ഞ് സെറ്റിൽ ചെയ്താൽ പോരെ? ദാറ്റ് മീൻസ് നമ്മുടെ ഇയർ എൻഡ് നോക്കുകയാണെങ്കിൽ എന്തുണ്ട്? ഇനിയും 8 വർഷം അല്ലേ? ലോൺ എടുത്ത് 2024 ഇപ്പൊ ഇയർ എൻഡ് എപ്പോഴാണ്? 20X6 അപ്പൊ ഇനി ഇത് ലോൺ സെറ്റിൽ ചെയ്യാൻ എത്ര വർഷം ഉണ്ട്? 8 വർഷം ബാക്കിയില്ലേ? ഉണ്ടാവില്ലേ? 8 വർഷം ഇനിയും ബാക്കിയുണ്ട് ലോൺ സെറ്റിൽ ചെയ്യാന്. ഓക്കെ അല്ലേ? അപ്പൊ ലോണിന്റെ കേസ് നോക്കുമ്പോ റീഫാണ് ബെറ്റർ അല്ലേ? കാരണം റീഫിനെ ലോൺ സെറ്റിൽ ചെയ്യാൻ എത്ര വർഷം ഉണ്ട്? ഇനിയും 8 വർഷം നമുക്കുണ്ട്, ബാക്കിയുണ്ട്. അതിന് എത്ര സെറ്റിൽ ചെയ്താൽ മതി? 2000 സെറ്റിൽ, 2 million സെറ്റിൽ ചെയ്താൽ മതിയാവും. അതേ സമയത്ത് കോറലാണെങ്കിൽ എങ്ങനെയാ? വിത്തിൻ 2 years എന്ത് ചെയ്യണം? 5000 നമ്മള് പേയ്മെന്റ് ചെയ്യണം. നമ്മളല്ല, കോറൽ കമ്പനി പേ ചെയ്യണം. ഇനി കോറൽ കമ്പനിയുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആരാണോ പാരന്റ് ആണ് എന്ത് ചെയ്യേണ്ടി വരിക? പേ ചെയ്യേണ്ടി വരിക. ശരിയല്ലേ? ആ, ഓക്കെ അല്ലേ? പിന്നെ നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയേ. എന്താ പറയുന്നത്? ഷെയർ പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ? രണ്ട് കമ്പനിയുടെയും ഷെയർ പ്രൈസ് തന്നിട്ടുണ്ട്. രണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ. രണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് തന്നിട്ടുണ്ട്. ആൻഡ് ഓരോ കമ്പനിയുടെ എല്ലാ കമ്പനിയുടെ ഷെയർ പ്രൈസിന്റെ നോമിനൽ വാല്യൂ എത്രയാണ്? $1 ആണ് അല്ലെ? നോമിനൽ വാല്യൂ ഇസ് $1. ഓക്കെ. പിന്നെ neither Coral or Reef have issued ordinary shares or raised additional long-term borrowings in the year under 20X6. അവർക്ക് എന്തില്ല? 20X6 പുതിയ ലോൺ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ പുതിയ ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇപ്പോ 20X6 രണ്ട് കമ്പനിയും ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് വേണ്ട എന്താണ്? ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കണം. എത്ര വരുന്നുണ്ടാവും അത്? ഇപ്പൊ നമ്മള് അസറ്റ് പർച്ചേസ് ചെയ്യുന്നപ്പോഴാണ്? ഫസ്റ്റ് ഡിസംബർ 20X5 അല്ലെ? അപ്പൊ അന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് റെക്കോർഡ് ചെയ്യണം അല്ലെ? എത്രക്കാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? 6 million ആണ് കോസ്റ്റ് അല്ലെ? കോസ്റ്റ് 6 million ആണ്. അപ്പൊ എത്രയാണ് കോസ്റ്റ് വരുന്നുണ്ടാവുക? 6000 ആണ്. ഇത് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡോളറിലേക്കല്ലേ കൺവേർട്ട് ചെയ്യണ്ടേ അല്ലെ? 6000 ദിനാറാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? അന്നത്തെ സ്പോട്ട് റേറ്റ് എത്രയാണ്? 2 ആണ്. 2 അല്ലെ? അല്ലേ?
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഡിവൈഡ് ചെയ്യണം. അല്ലേ? അപ്പൊ കോസ്റ്റ് എത്ര വരും? 3000 എന്ന് വരും അല്ലെ? 3000 എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? ഇതിന്റെ പേയ്മെന്റ് ചെയ്യാൻ പോവാണ്. പേയ്മെന്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ 6000 പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെ? 6000 പേയ്മെന്റ് ചെയ്യുന്നത്. അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? എത്രയാണ്? 3 അല്ലേ? 3 ആണ്. അപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക എത്രയായിരിക്കും? 2000 പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ഇപ്പൊ 3000 ആയിരുന്നു നമ്മൾ ഇനീഷ്യലി നോക്കുന്ന സമയത്ത്. 3000 ആണ് പേ ചെയ്യേണ്ടത് അല്ലെ? ഇനീഷ്യൽ മെഷർ ചെയ്തപ്പോ 3000 ആണ് ശരിക്കും പേയ്മെന്റ് ചെയ്യേണ്ടത്. പക്ഷേ ആക്ച്വലി എത്ര പേ ചെയ്തിട്ടുള്ളൂ? 2000 നമ്മൾ പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഉണ്ടാവുന്നത്? എക്സ്ചേഞ്ച് ഗെയിൻ ആണോ ലോസ് ആണോ? എക്സ്ചേഞ്ച് ഗെയിനാ വരുന്നത്. എത്ര വരും? 1 മില്യൺ അല്ലെ? 1000 എന്തായിരിക്കും? എക്സ്ചേഞ്ച് ഗെയിൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്ചേഞ്ച് ഗെയിൻ ശ്രദ്ധിക്കണം. ഈ എക്സ്ചേഞ്ച് ഗെയിൻ എന്ത് ചെയ്തിട്ടില്ല? അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ അല്ലെ? ഇവിടെ പറയുന്നുണ്ട് അവർ എക്സ്ചേഞ്ച് ഗെയിൻ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ എക്സ്ചേഞ്ച് ഗെയിൻ റെക്കോർഡ് ചെയ്തിട്ട് ഈ 3 റേഷ്യോസ് എന്ത് ചെയ്യണം? റീകാൽക്കുലേറ്റ് ചെയ്യണം. ആരുടെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? കോറൽ കമ്പനി അല്ലെ? ഇത് കോറൽ കമ്പനിയുടെ അല്ലെ? കോറൽ കമ്പനിയുടെ ഈ 3 റേഷ്യോസ് എന്ത് ചെയ്യണം? റീകാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എത്രയുടെ വരുന്നുണ്ടാവാ? കോറൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ ചെയ്തത് ഇതാണ്. നമ്മൾ ചെയ്ത ഫോർമുല അല്ലെ? അല്ലടാ, ഇത് നമ്മൾ ചെയ്തേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എന്തെങ്കിലും മാറ്റം വരാം? ഈ ഗെയിൻ കാരണം ഗെയിൻ കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ എന്തൊക്കെ വ്യത്യാസം വരാം? ഗെയിൻ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടി വരാം. ഈ ഗെയിൻ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടി വരാം. ഈ ഗെയിൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗെയിൻ റെക്കോർഡ് ചെയ്യുക. എവിടെ റെക്കോർഡ് ചെയ്യണ്ടേ? ഓപ്പറേറ്റിംഗ് സെക്ഷനിൽ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് സെക്ഷനിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സെക്ഷനിലാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് വരിക. അപ്പൊ ഓപ്പറേറ്റിംഗ് സെക്ഷനിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. ഇത് ഗെയിൻ അല്ലേ? അല്ലേ? എന്താണ്? ഗെയിൻ ആണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് സെക്ഷനിലാണ് ഇത് റെക്കോർഡ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സെക്ഷൻ മനസ്സിലായല്ലോ? ഓപ്പറേറ്റിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുന്നതിന് മുമ്പുള്ള സെക്ഷനാണ്. ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ എടുക്കുന്ന ഏരിയ ഉണ്ടല്ലോ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അഡ്മിൻ കോസ്റ്റ് ഒക്കെ എടുക്കുന്ന സെക്ഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ എന്ത് പറയാ? ഓപ്പറേറ്റിംഗ് സെക്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്ചേഞ്ച് ഗെയിന് ഓപ്പറേറ്റിംഗ് സെക്ഷനിൽ എടുക്കേണ്ടത്. അപ്പൊ ഓപ്പറേറ്റിംഗ് സെക്ഷനിൽ എടുക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് റേഷ്യോ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? റേഷ്യോ 13.7% ആണ് വരിക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുട്ടോ. ഓക്കെ അല്ലേ? റവന്യൂ എഫക്ട് ചെയ്യോ? ഇത് റവന്യൂ എഫക്ട് ചെയ്യോ? റവന്യൂ ഫിഗറിനെ എഫക്ട് ചെയ്യോ? ഇല്ല, റവന്യൂനെ എഫക്ട് ചെയ്യൂല. പിന്നെ അടുത്തത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡില് നമ്മള് ഫോർമുല ആലോചിച്ച് നോക്കുക. എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ? അപ്പോ ഏതൊക്കെ ഫിഗേഴ്സിനെ എഫക്ട് ചെയ്യൂടാ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുമല്ലോ അല്ലെ?
അല്ലെ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1000 നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡിനെ എഫക്ട് ചെയ്യോ? നമ്മൾ ഡിനോമിനേറ്റർ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡിനെ എഫക്ട് ചെയ്യോ? എന്ത് ചെയ്യും? ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയില്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിട്ടേൺസ് കൂടും. റിട്ടേൺസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ റിട്ടേൺസ് കൂടിയില്ലേ? റിട്ടേൺസ് കൂടുമ്പോ എന്ത് ചെയ്യും? ഇക്വിറ്റി കൂടൂലേ? ഇക്വിറ്റി കൂടും. അപ്പൊ എന്ത് ചെയ്യാ? നമ്മുടെ 1000 എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എംപ്ലോയിഡും ആഡ് ചെയ്യണം. കാരണം ഇത് റീറ്റേൺ ഏർണിങ്സ് കൂടുന്ന ഒരു കാര്യമാണ്. അല്ലേ? നമ്മള് +1 പഠിക്കുന്നില്ലേ? അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുന്നില്ലേ? ആ സംഭവമാണ്. ആ ഒരു സംഭവമാണിത്. +1 പഠിക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷന്. ഓക്കെ. പിന്നെ ഗിയറിംഗ് റേഷ്യോ. ഗിയറിംഗ് റേഷ്യോയിലൊക്കെ മാറ്റം വരും. ഡെറ്റിൽ വ്യത്യാസം വരുമോ? ഡെറ്റിൽ വ്യത്യാസം വരുമോ? ഇല്ല. എന്തെങ്കിലും വ്യത്യാസം വരാ? എക്വിറ്റിയിൽ വ്യത്യാസം വരും. അപ്പൊ ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യണം? 1000 ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 100% വരും. ഓക്കെ അല്ലേ? ഡെറ്റ് ഇക്വിറ്റിയും സെയിം ആണ് അല്ലേ? ഡെറ്റ് ഈക്വൽ ടു ഇവിടെ ഡെറ്റ് എമൗണ്ടും എക്വിറ്റി എമൗണ്ടും എന്തായി? സെയിം ആയി. അതുകൊണ്ട് 100 വന്ന്. ഓക്കെ. ല്ലോ. റിക്വയർമെന്റ് സി വായിച്ചു നോക്കിയേ. സിയിൽ 2 റിക്വയർമെന്റ്സ് ഉണ്ട്. എന്തൊക്കെ റിക്വയർമെന്റ്? അനലൈസ് ദി പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ അക്വസിഷൻ ടാർഗറ്റ്സ്. ഇവരുടെ പെർഫോമൻസും പൊസിഷനും നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്തുകൂടെ കൊടുക്കണം? ഒരു കൺക്ലൂഷൻ കൂടെ കൊടുക്കണം. ആരെയാണ് അക്വയർ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? കൺക്ലൂഷൻ കൊടുക്കണം. പിന്നെ എന്തൊക്കെ ഇവിടെ പിന്നെ 2 പോയിന്റ്സ് പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം പറയുന്നുണ്ട്. എന്താണ്? എക്സ്പ്ലെയിൻ വെദർ, ശ്രദ്ധിച്ചേ, എക്സ്പ്ലെയിൻ വെദർ അക്വ കമ്പനി വുഡ് എക്സേർട്ട് കൺട്രോൾ ഓവർ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉദ്ദേശം എന്താണ്? അക്വ കമ്പനി ഇവിടെ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്നെങ്കിൽ കോറൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീഫിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ കോറൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീഫില്. രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല, രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിവിടെ അക്വേഷൻ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കോറലിലോ അല്ലെങ്കിൽ റീഫിലോ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ കോറലിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റീഫ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടോ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടോ? കൺട്രോൾ കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മള്? എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മളെ കയ്യിൽ ബഡ്ജറ്റ് എത്രയേ ഉള്ളൂ? 5.1 ഉള്ളൂ. ഇത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോറലിൽ കൺട്രോൾ കിട്ടുന്നുണ്ടോ നോക്കണം. അതേപോലെ റീഫിൽ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീഫിൽ നമുക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് റിക്വയർമെന്റ് ആൻസർ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ റിക്വയർമെന്റ് എന്താ പറയുന്നത്? കൺക്ലൂഡിംഗ് വെദർ ക്ലിയർ റിക്കമെൻഡേഷൻ ഓൺ വിച്ച് കമ്പനി ടു ഇൻവെസ്റ്റ് ഇൻ, അല്ലെ? ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് റിക്വയർമെന്റ് നോക്കാം. ഫസ്റ്റ് റിക്വയർമെന്റിൽ നമുക്ക് കൺട്രോൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ നമുക്ക് ബഡ്ജറ്റ് 4.1 ആണുള്ളത് അല്ലെ, സോറി 5.1. അപ്പൊ ഈ 5.1 നമ്മള് കോറൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, 5.1 നമ്മൾ കോറൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഷെയർ കിട്ടും? അവിടെ എത്ര ശതമാനം ഷെയർ കിട്ടും കോറലില്? കോറലിക്ക് എത്ര ഷെയർ ഉള്ളത്? കോറലില് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? $2,000 അല്ലേ? നോക്കണ, കോറൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $2,000 ആണ് അല്ലെ? $2,000 ആണ്. അപ്പൊ എത്ര ഷെയർ ഉണ്ടാ, എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇതിലുണ്ടാവും? ചെയ്താൽ മതി, 2000 ഡിവൈഡഡ് ബൈ നോമിനൽ വാല്യൂ ചെയ്താൽ മതി. നോമിനൽ വാല്യൂ എത്രയാണ്? $1 അല്ലെ? നോമിനൽ വാല്യൂ എത്രയാടാ? $1 അല്ലേ? ആൻഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? $2,000 ആണ്. അപ്പൊ കോറൽ കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ടാവും? നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി എത്രയാണ്? എത്ര ഉണ്ടാവുക? 2000 അല്ലേ? കോറൽ കമ്പനി എത്ര ഷെയർസ് ഉണ്ട്? 2000 ഷെയർസ് ആണ് കോറൽ കമ്പനിക്ക് ഉള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ? 2000 ഷെയർസ് ഉണ്ട്. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 5.1 അല്ലേ? ഈ 5.1 ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഷെയർ കിട്ടും? ആ, 5,100 ക്യാഷ് ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ഷെയർ കിട്ടും? ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 6 അല്ലേ? ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 6 ആണ്. അല്ലേ? അപ്പൊ എത്ര ഷെയർ കിട്ടും? നമ്പർ ഓഫ് ഷെയർ എത്ര ഷെയർ നമുക്ക് മേടിക്കാൻ പറ്റും? എത്രയാ? 850യോ? ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 850. 850 ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ചിട്ട്? ഈ ക്യാഷ് വെച്ചിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, 850 ഷെയർസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടൂടാ? എത്രയാണ്? 850 നമ്മൾ മേടിക്കുന്നത്. മൊത്തം എത്ര ഷെയർ ഉണ്ട്? 2000 ഷെയർസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എത്ര പെർസെന്റേജ് വരാ? 40 to 5% വരാം. അപ്പൊ ഈ ക്യാഷ് ഉപയോഗിച്ചിട്ട് കോറൽ കമ്പനിയുടെ 42.5% മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കണം, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ പോരാ. എന്ത് ചെയ്യണം? കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ കോറൽ കമ്പനിയുടെ കേസിൽ നമുക്ക് കൺട്രോൾ ഉണ്ടോ? ആ, കൺട്രോൾ ഉണ്ടോ? ഇല്ല. എന്താ നമുക്ക് കിട്ടുന്നത്? 42% ഉണ്ടെങ്കിൽ എന്താണ് കിട്ടുന്നത്? ആ, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം, അക്വ കമ്പനി acquire only 42.5% in Coral company significant influence. So there will be no control. അല്ലെ? അതിനിതിൽ പറയുന്നുണ്ട് എന്താണ്?
അക്വ കമ്പനിയുടെ പ്ലാൻ എന്താണ്? അക്വ കമ്പനി ഇന്റന്റ് ടു ടേക്ക് എ ആക്റ്റീവ് റോൾ ഇൻ ദി മാനേജിങ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു ആക്റ്റീവ് റോൾ കിട്ടോ? ആക്റ്റീവ് റോൾ കിട്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ്സ് ഈ സബ്സിഡീസിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു ആക്റ്റീവ് റോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് കൊണ്ട് പറ്റൂല. എന്ത് വേണം? കൺട്രോൾ തന്നെ വേണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി കോറൽ കമ്പനി. ഒക്കെ റീഫ് കമ്പനി ചെയ്ത് നോക്ക്. റീഫ് കമ്പനി എങ്ങനെയാണ്? 5100 ആണ് ഷെയർ പ്രൈസ്. 6.25. എത്ര ഷെയർ കിട്ടും? എയ്റ്റ് 816 അല്ലേ? 816 ഷെയർസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർസെന്റേജ് എത്രയായിരിക്കും? 816 ഡിവൈഡഡ് ബൈ 1000 ഷെയർസ് അല്ലേ? എത്ര കിട്ടും? 81.6%. ഇതാണ് നമുക്ക് കിട്ടുന്ന പെർസെന്റേജ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? നമുക്ക് എന്തുണ്ട്? കൺട്രോൾ ഉണ്ട് അല്ലെ? I can actively manage the reef company. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെർഫോമൻസും പൊസിഷനും നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവർ എന്തൊക്കെ റേഷ്യോസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ. 4 റേഷ്യോസ് ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ സംഭവിച്ചെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആർക്കാണ് നല്ല ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉള്ളത്? ആർക്കുള്ളേ? കോറൽ കമ്പനിക്കാണ് ഹയർ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉള്ളത്. അതിന്റെ റീസൺ എന്തായിരിക്കും? കോറൽ കമ്പനിക്കാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉള്ളത്. ചെറിയ വ്യത്യാസം ഉള്ളൂ അല്ലെ? അപ്പോ കോറൽ കമ്പനിക്ക് എന്തുണ്ടാവും? ഒന്നെങ്കിൽ കോറൽ കമ്പനി ഒരു ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കോറൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും? നല്ല രീതിയിൽ കോസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്ത് കോറൽ കമ്പനിക്ക് ഒരു ഹയർ ഗ്രോസ് പ്രോഫിറ്റ് മാർജിന് ഉള്ളത് എന്ന് പറയാം. ഓക്കെ.
വേറെ ഇവിടെ റീസൺസ് ഒന്നും പറയുന്നില്ലല്ലോ, വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല. Slightly higher than the reef, suggesting that coral company can ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിനി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന് വ്യത്യാസമുണ്ട് അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടുതൽ ആർക്കാണ്? റീഫിനാണ്. റീഫിനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടുതലുള്ളത് അല്ലെ? അപ്പൊ നമുക്കിവിടെ നമ്മളിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, കോറൽ കമ്പനിക്ക് ഒരു ഹയർ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരുന്നു അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടുതൽ ഉണ്ടായിരുന്നു കോറൽ കമ്പനിക്ക്. ആ ഒരു ആ, എന്താ പറയാ എന്താ പറയാ ഇൻക്രീസ് എവിടെ കാണുന്നില്ല? എവിടെ ഇല്ല? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇല്ല അല്ലെ? ആ ഒരു ഇൻക്രീസ് എന്തില്ല? കോറൽ കമ്പനിയിൽ വന്ന ഗ്രോസ് പ്രോഫിറ്റിൽ വന്ന ആ ഒരു ഇൻക്രീസ് അത് എവിടെയില്ല? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കാണുന്നില്ല എന്ന് പറയാം. ഓക്കെ അല്ലെ? ആൻഡ് ഇതിന്റെ മേജർ റീസൺ എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെ? എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വളരെ കൂടുതലാണ് ആർക്ക്? കോറൽ കമ്പനിക്ക്. ഓക്കെ അല്ലെ? ക്ലിയർ. ഇനി അതേപോലെ തന്നെ ആ എക്സ്ചേഞ്ച് ഗെയിൻ ഉണ്ടല്ലോ, എക്സ്ചേഞ്ച് ഗെയിൻ വരുമ്പോ എന്താവുന്നുണ്ട്? കോറൽ കമ്പനിയുടെ ഗെയിൻ കൂടുന്നുണ്ട്. എത്ര ആവുന്നുണ്ട്? 13.7 ആവുന്നുണ്ട് അല്ലെ? എക്സ്ചേഞ്ച് ഗെയിൻ എടുക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറുന്നുണ്ട്? കോറൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ട്. പക്ഷേ അത് വേറെ പ്രശ്നമുണ്ട്. എക്സ്ചേഞ്ച് ഗെയിൻ ഉണ്ടായത് കൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ട്, ശരിയാണ്. 13% ആവുന്നുണ്ട് അല്ലെ? എടാ, റീഫിന്റെ ആകെ 12 ഉള്ളൂ, കോറലിൽ എത്ര വരുന്നുണ്ട്? 13.7 വരുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? ഈ എക്സ്ചേഞ്ച് ഗെയിൻ എന്താണ്? ഒരു വൺ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഇതെല്ലാ വർഷം ഉണ്ടാവുമോ? ശ്രദ്ധിക്കണം, ഇത് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്താണ്, അത് കഴിഞ്ഞു. അത് ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തു, സെറ്റിൽ ചെയ്തു, കഴിഞ്ഞു. ഇതെല്ലാ വർഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഇതിൽ നിന്നുണ്ടാവുന്ന ഗെയിൻ ഓർ ലോസ് എന്താണ്? വൺ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 13.7 ആണോ അതോ 7 ആണോ? ശരിക്കും 7 ആണ്. ശരിക്കും അനാലിസിസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 7%. കാരണം എന്താ? 13.7 എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഈ 13.7 ആയിട്ടുള്ള എന്തുകൊണ്ടാണ്?
ഒരു വൺ ഓഫ് ട്രാൻസാക്ഷൻ കാരണമാണ് 13.7 ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതി വെച്ചോ. കോറൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെന്ന് എഴുതി വെച്ചോ. സോറി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോ. ആ എക്സ്ചേഞ്ച് ഗെയിൻ എടുക്കുന്ന സമയത്ത് ആ എക്സ്ചേഞ്ച് ഗെയിൻ എടുക്കുന്ന സമയത്ത് കോറൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹയർ ആണെന്ന് എഴുതി വെച്ചോ. കോറൽ കമ്പനിയുടെ operating profit margin is higher when including the foreign exchange gain of 1 million. ഇത് പറയണം, അതെന്താണ്, ഒരു വൺ ഓഫ് ട്രാൻസാക്ഷൻ ആണ് പറയണം. So the operating profit margin will reduce to 7%. Moving the gain. Okay. The main reason for having a lower that Reef company is controlling is efficient. Here the Reef company is more efficient in controlling its cost. Okay. ഇനി ആർ ഒ സി നോക്കിയേ. ആർ ഒ സി ആർക്കാ കൂടുതലുള്ളത്? റീഫിനാണെന്നുള്ളത് ആർ ഒ സി കൂടുതലുള്ളത് അല്ലെ? റീഫിന് ആർ ഒ സി കൂടുതലാണ്. നമ്മൾ ഈ എക്സ്ചേഞ്ച് ഗെയിൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ഗെയിൻ എടുക്കുകയാണെങ്കിലും ആരുടെ ആർ ഒ സി ആണ് കൂടുതലുള്ളത്? റീഫൻ അല്ലെ? അല്ലെ, റീഫിനല്ലേ കൂടുതലുള്ളത്. ആ, എന്തായാലും റീസൺ എന്തായിരിക്കും? റീഫിന്റെ ആർ ഒ സി കൂടാനുള്ള കാരണം എന്തായിരിക്കും? റീഫിന്റെ ആർ ഒ സി കൂടാനുള്ള കാരണം എന്താ? ആർ ഒ സിയുടെ ഫോമിൽ എന്താ?
PBI ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ? അപ്പോ ഇവിടെ റീഫ് നോക്കാം. റീഫിന് എന്ത് ചെയ്ത്, റീഫിനല്ലേ കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് അല്ലെ? റീഫിനാണോ കൂടുതൽ എന്തുള്ളത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ളത് അല്ലെ? അത് മാത്രമല്ല, ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കുമ്പോ ഏറ്റവും കുറവ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആർക്കാണ്? റീഫിനാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം റീഫ് ചെയ്യുന്ന കാര്യം എന്താ? റീഫ് ചെയ്യുന്നത് ഇവിടെ കുറഞ്ഞ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹയർ റിട്ടേൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? റീഫ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ, ആകെ 8,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ 8,000 ഇൻവെസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, 8,000 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഈ 8,000 ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്തുണ്ട്, നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. ആര്? റീഫ് കമ്പനി. അതുകൊണ്ടാണ് അവർക്ക് എന്തുള്ളത്, ഒരു ഹയർ ROCE ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ചോദിച്ചോ. അപ്പോ ROCE കൂടുതൽ റീഫ് കമ്പനിയാണ് അല്ലെ? സോ റീഫ്സ് ROCE ഹയർ ദാൻ corals if the exchange gain from okay, if company is more efficient at generating ഇനി പൊസിഷൻ പറയാം. കമ്പനിയുടെ പൊസിഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, പൊസിഷനിൽ നമുക്ക് പറയാനുള്ളത് ROCയും അതുപോലെ, സോറി, ഗിയറിംഗ് റേഷ്യോ പറയാനുള്ളത് അല്ലെ? ഗിയറിംഗ് റേഷ്യോ സംഭവിച്ചിട്ടുണ്ട്. ഗിയറിംഗ് റേഷ്യോ എന്താണ്, വളരെ ഹയർ ആണ് അല്ലെ? കോറൽ കമ്പനിക്ക് എന്താണ്, ഗിയറിംഗ് റേഷ്യോ വളരെ കൂടുതലാണ്. അതിന്റെ റീസൺ എന്താണ്? അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ, കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ യൂസ് ചെയ്യുന്നുണ്ടാണ് അല്ലെ? ലോൺ യൂസ് ചെയ്യുന്നുണ്ടാണ്. ഒന്ന് എഴുതി വെച്ചോ. അപ്പൊ അതിന്റെ റീസൺ എഴുതി വെച്ചോ.
So the coral coral is a high gearing company. Preface only 2 million ലോൺ അല്ലേ? അതേപോലെ എക്സ്ചേഞ്ച് ലോസ്, എക്സ്ചേഞ്ച് ഗെയിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കുക? എക്സ്ചേഞ്ച് ഗെയിൻ ഇൻക്ലൂഡ് ചെയ്തപ്പോ എന്താ ആർ ഒ സിക്ക് സംഭവിച്ചേ? ആർ ഒ സി അല്ല, ഗെയറിംഗ് സംഭവിച്ചത് എന്താണ്? ആർ ഒ സി കൂടിയോ കുറഞ്ഞോ? ആ, എക്സ്ചേഞ്ച് ഗെയിൻ എടുത്തപ്പോ ആർ ഒ സി എന്ത് ചെയ്തു? ആർ ഒ സി അല്ല, ഗെയറിംഗ് എന്ത് ചെയ്തു? കൂടിയോ കുറഞ്ഞോ? ആ ആ, എത്ര കുറഞ്ഞേ? ആ, ആയിക്കോട്ടെ. ഞങ്ങൾ ഇവിടെ കൂടി എന്നാ പറയാ അതിന് കേട്ടോ. ഏഹ്, കൂടിയതാണോ കുറഞ്ഞാണോ? കൂടിയോ കുറഞ്ഞോ? കുറവല്ലേ? ആ, കുറവായി ചെയ്തേ. കുറയാനുള്ള കാരണം എന്താ? കുറയാനുള്ള കാരണം എന്തായിരിക്കടാ? ആ, ഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗെയിൻ വന്നതുകൊണ്ട് എന്ത് ചെയ്തു നമ്മളെ? ഇക്വിറ്റി കൂടിയില്ലേ? ആ, ഇക്വിറ്റി കൂടിയതുകൊണ്ട് അവിടെ എഴുതി വെച്ചോ. അപ്പൊ എഴുതി വെച്ചോ. എന്താ എന്താ എഴുതി വെച്ചേ? ഗെയിൻ ഉണ്ടായതുകൊണ്ട്. ആ, എന്ത് എഴുതി വെക്കാം? എക്സ്ചേഞ്ച് ഗെയിൻ ഉണ്ടായതുകൊണ്ട്. എക്സ്ചേഞ്ച് ഗെയിൻ ഉണ്ടായതുകൊണ്ട് എന്ത് 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 കൂടി? ഗിയറിംഗ് റേഷ്യോ കുറഞ്ഞു അല്ലേ? ഗിയറിംഗ് റേഷ്യോ കുറഞ്ഞു എന്ന് പറയാം. ശരിയല്ലേ? എഴുതി വെച്ചോ. എന്താ എഴുതി വെച്ചേ? എക്സ്ചേഞ്ച് ഗെയിൻ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ഗെയിന് ഉണ്ടായതുകൊണ്ട് എന്ത് കിട്ടാവും? ഗിയറിംഗ് റേഷ്യോ ആ കൂടുന്ന് പറയാം. സോറി, കൂടല്ല, കുറയല്ലേ ചെയ്യുന്നേ? കുറയും. എന്തുകൊണ്ടാ? എന്താ റീസൺ എന്താണ്? എന്താ? എന്തുകൊണ്ടാ ഗിയറിംഗ് റേഷ്യോ കുറയുന്നതിന്റെ കാരണം എന്താടാ? എന്തുകൊണ്ടാ? എക്വിറ്റി കൂടിയിട്ട്.
5 million. പിന്നെ നമുക്കിനി ലോണിനെ പറ്റി ഒന്ന് സംസാരിക്കാം. കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് സംസാരിക്കാം. എന്താ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാൻ പറ്റുക? എന്താ പറയാൻ പറ്റുക? ലോണിന്റെ കാര്യം, ലോൺ സെറ്റിൽമെന്റ് കാര്യം പറഞ്ഞൂടെ അല്ലെ? ഏത് കമ്പനിയുടെ പെട്ടെന്ന് ലോൺ സെറ്റിൽ ചെയ്യണ്ടേ? ഏറ്റവും പെട്ടെന്ന് ലോൺ സെറ്റിൽ ചെയ്യേണ്ട ഏത് കമ്പനിക്കാണ്? കോറലിനാണോ റീഫിനാണോ? കോറലിനാണ്. അപ്പൊ കോറലിന് എന്ത് വേണ്ടി വരും? അത്രയും ഫണ്ട് വേണം. എത്ര ഫണ്ട് വേണം? 5 million അല്ലെ? 5 million ഫണ്ട് ആർക്ക് വേണ്ടി വരും? കോറലിന് വേണം. എപ്പോ വേണം? 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെ? 2 വർഷം കഴിഞ്ഞിട്ട് കോറലിന്റെ കയ്യിൽ 5,000 ഫണ്ട് ഉണ്ടായിരിക്കണം, എന്നാലേ ലോൺ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്തില്ല, ക്യാഷ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ടോ? ക്യാഷ് ബാലൻസ് ഇവിടെ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? ആ ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ചെയ്യാം. ആ ഇൻഫോർമേഷൻ വേണം എന്ന് എന്ത് ചെയ്യാം? പറയാം. എന്ത് ഇൻഫോർമേഷന്? ക്യാഷ് ഇൻഫോർമേഷന്. ഓക്കെ, ആ ഇൻഫോർമേഷൻ മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻഫോർമേഷൻ തരണം എന്ന് പറയാം. ഓക്കെ, സോ കമ്പനി X8 in 2 years കൊടുത്തോ? In 2 years, but 8 years. So Coral, Coral company requires Coral company maintain a cash balance. Okay, Coral company should maintain a cash balance. Coral company should maintain a sufficient
additional information is required on cash and liquidity to assess the liquidity ratios and performance in detail. അല്ലേ? പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് വേണം നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, ഇവിടെ റീഫ് കമ്പനിക്ക് എന്തുണ്ട്? കമ്പാരിറ്റീവ്ലി ഒരു ഹയർ റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട് അല്ലെ? ആർക്ക് എന്തുണ്ട് അല്ലെ? കോറൽ കമ്പനിക്ക് 2000 ഏർണിങ്സ് ഉള്ളത്, റീഫിന് എത്ര ഉണ്ട്? അതിന് 2 ഇരട്ടി ഇല്ലേ? അതിന് 2 ഇരട്ടി റീറ്റെയിൻ ഏർണിങ്സ് ആർക്കുണ്ട്? റീഫ് കമ്പനിക്ക് ഉണ്ട്. ഈ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താടാ? മെയിൻലി എന്താണ്? ക്യാഷ് അല്ലേ? ക്യാഷ് അല്ല, ലൈക് പ്രോഫിറ്റിന് അക്യുമുലേറ്റഡ് ബാലൻസ് അല്ലേ? പ്രോഫിറ്റിന് അക്യുമുലേറ്റഡ് ബാലൻസ് ആണ്. അപ്പോ റീഫ് കമ്പനിക്ക് കൂടുതൽ റീറ്റേണിങ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പനിക്ക് ഇനി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റീഫ് കമ്പനി ഒരു ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ റീറ്റേണിങ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പറ്റും. എന്ന് വെച്ചാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ലോൺ ഒന്നും എടുക്കേണ്ട ആവശ്യം വരൂല പെട്ടെന്ന്. ആർക്ക്? റീഫ് കമ്പനിക്ക്. അപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? ഇവർക്ക് ഇനി ഇപ്പൊ കോറൽ കമ്പനി ആയിക്കോട്ടെ, റീഫ് കമ്പനി ആയിക്കോട്ടെ, അപ്പൊ അവർ ഇനി ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫണ്ടിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാല് റീഫ് കമ്പനിക്ക് എന്തായിരിക്കും? ആ ഫണ്ട് എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താ? അവരുടെ കയ്യിൽ നിന്നുണ്ട് റീറ്റെയിൽ ഏർണിങ്സ് ഉണ്ട്. ഈ റിസർവ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം. എന്തിന്റെ ആവശ്യമില്ല? ഡെറ്റോ ഇക്വിറ്റി ഉണ്ടെന്നും സഹായത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഡെറ്റോ ഇക്വിറ്റി ഒന്നും എന്ത് ചെയ്യണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് കോറലിന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 2000 എന്തുള്ളൂ? റീറ്റേണിങ്സ് ഉള്ളൂ. അപ്പൊ അവർക്ക് ഇനി എന്തെങ്കിലും ഫണ്ടിന്റെ ആവശ്യം വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? പുതിയ ലോണോ ഇക്വിറ്റി ഒക്കെ ഇഷ്യൂ ചെയ്യേണ്ടി വരും. അതും പറയാം. ഓക്കെ. അപ്പൊ റീഫ് കമ്പനിക്ക് ഹയർ റിട്ടേൺ ഏർണിങ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ്സുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റും. കോറൽ കമ്പനിയുടെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എന്തായാലും ലോൺ എടുക്കേണ്ടി വരും അല്ലെ? കോറൽ കമ്പനിയുടെ കേസിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോ കോറൽ കമ്പനി ഇനി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. കോറൽ കമ്പനിയുടെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ, കാരണം അവർക്ക് ഓൾറെഡി 5000 ആവശ്യമുണ്ട് അല്ലെ? 5000 ഫണ്ടിന്റെ ആവശ്യമുണ്ട്. 5000 ഫണ്ട് അവർക്ക് ആവശ്യമുണ്ട്. ആർക്ക്? കോറലിന്. അപ്പൊ കോറലിന് ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, ഫണ്ട് അവർക്ക് സഫീഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? ഷെയർസ് വീണ്ടും ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. ലോൺ ഇനി എടുക്കാൻ പറ്റുമോ? ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി ഇപ്പൊ തന്നെ 5000 ലോൺ ഉണ്ട്. അത് കൂടുതലാണെന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്തും മറ്റേ കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോ ലോൺ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? കോറൽ കമ്പനിയുടെ കേസിൽ എന്താ ഓപ്ഷൻ ഉള്ളത്? എന്ത് ചെയ്യേണ്ടി വരും? ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത്. റീഫിന് എന്തില്ല, അത്ര വലിയ കുഴപ്പമില്ല. കാരണം എന്താ? അവർക്ക് ഒന്ന് ലോണും കുറവാണ്, പിന്നെ അവർക്ക് എന്തുണ്ട്? നല്ല റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട്. ഈ ഫണ്ട് എന്ത് ചെയ്യാം? അവർക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇതും വേണമെങ്കിൽ എഴുതി വെക്കാം.
അല്ലേ? ആഹ് for new investments. Okay. നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഏത് കമ്പനിനെ അക്വയർ ചെയ്യുന്നതാണ് നല്ലത്? ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത്? റീഫിലാണോ കോറലിലാണോ? ആ എല്ലാം നോക്കുമ്പോ ആർക്കാണ് കൂടുതൽ സ്കോർ വരുന്നത്? റീഫിനല്ലേ കൂടുതൽ സ്കോർ വരുന്നത് അല്ലേ? റീഫിനല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? റീഫിനെ അക്വയർ ചെയ്യണമെന്ന് നമുക്ക് പറയാം. Operating profit margin and operating profit margin, ROCE and lower gearing. ഇതൊക്കെ നോക്കുമ്പോ എന്താണ്? റീഫാണ് നല്ലത്. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാം? റീഫിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീഫിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് കോറൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോറലിൽ എന്ത് ചെയ്യാൻ പറ്റൂല? കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ? കാരണം കൺട്രോൾ ഉള്ള കമ്പനി നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡിസിഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. റീഫിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കൺട്രോൾ കിട്ടും. ഓക്കെ.